പ്രേക്ഷകരെ പോലും ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റിലാട്ടോ കഥ പോകാൻ പോകുന്നത്. ഇനി നമ്മുടെ മീര സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പ്രഭാവതിക്കെതിരെയുള്ള ഒരു ഉറഞ്ഞ തുള്ളൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മീര നമ്മുടെ നന്ദന്റെയും ദേവിയുടെയും കൂടെ നിന്ന് അവർ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രഭാവതിക്കെതിരെ യുദ്ധം ചെയ്യാൻ തന്നെയായിരിക്കും പദ്ധതി കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ മീരയുടെ അല്ല ദേവിയുടെ നന്ദന്റെയും കാര്യത്തിൽ ഒരു 3/4% പേരും ഇവരുടെ കൂടെ ആയി കഴിഞ്ഞു. ഇനി ആകെ നമുക്ക് പേടിക്കാനുള്ളതും സംശയിക്കേണ്ടത് നമ്മുടെ ബലരാമനെ മാത്രമാണ്. ബലരാമനെ ആര് പറഞ്ഞ് മാറ്റും, ആര് പറഞ്ഞ് മനസ്സിലാക്കിക്കും? നമ്മുടെ സിദ്ധാർത്ഥൻ പറഞ്ഞു നോക്കി, പക്ഷേ ബലരാമൻ കുലുങ്ങിയില്ല. ബലരാമൻ ഭീഷണിയാണ് മുടക്കിയത്, കൊല്ലും എന്നുള്ളൊരു കാര്യം. സ്വന്തം മകൾ പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ബലരാമന്റെ തീരുമാനം? അതൊക്കെ തന്നെയാട്ടോ നമ്മുടെ സുഗമോദേവി ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വരാൻ പോകുന്ന കഥാ നിമിഷങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നമുക്കൊരാശ്വാസം നമ്മുടെ മീര ഇവരുടെ ഒപ്പമായി എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മുടെ പ്രഭാവതിക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന രംഗങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പ്രഭാവതി നമ്മുടെ മീരയ്ക്ക് മുന്നിൽ കരഞ്ഞും എന്താ പറയുക മാപ്പ് പറഞ്ഞും തന്നെ ഇത്ര നാളും പറ്റിച്ചതിനും ഒക്കത്തിനും നമ്മുടെ പ്രഭാവതി ക്ഷമ ചോദിക്കുന്ന പഴയ പ്രഭാവതി ആ ഒരു പെണ്ണാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുറച്ച് രംഗങ്ങളാട്ടോ. ആ ഒരു കരച്ചിലും ക്ഷമ ചോദിക്കലും എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ഇറങ്ങി വന്നൊരു പ്രഭാവതിനെ തന്നെ കേട്ടോ നമുക്ക് ഇനി ഈ ഒരു അവസാന വാരത്തിലേക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബലരാമനെ മാത്രമാണ് ഇനി നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ ബലരാമനെയും കൂടി ആർക്കെങ്കിലും മീരയ്ക്ക് സ്വന്തം മകൾക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ സുഗമോദേവി അവിടെ ഒരു ഗംഭീര ക്ലൈമാക്സിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ബലരാമനും കൂടി എതിർക്കുകയാണെങ്കിൽ, ബലരാമൻ ആരെയും വകവെക്കാതെ എതിർക്കുക തന്നെ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊരു മറിമായമായിരിക്കും വരാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരാൻ പോകുന്നത്? നമ്മുടെ സിദ്ധാർത്ഥൻ ഇനി വേറെന്തെങ്കിലും വഴി നോക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ടെ. എന്തായാലും നമ്മുടെ സുഗമോദേവി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.